അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാട്ടിൽ വലിയ ഇഫ്താർ മീറ്റെല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും കിറ്റുകളും സമ്മാനങ്ങളും പണവും ഐഷുമ നൽകി. എന്നാൽ അതിലൊന്നും സൗദ ഉണ്ടായിരുന്നില്ല. സൗദ എവിടെ എന്നുള്ള ഒരു ടെൻഷൻ ആ ഉമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. അവിടെയാകെ ഒന്ന് പരതിയെങ്കിലും അവർ തിരിച്ചു പോവുകയായിരുന്നു ഐഷുമ്മ നൽകിയ ആ ഒരു കിറ്റുമായിട്ട്. മക്കൾ കാത്തു നിൽക്കുന്നുണ്ട് തന്നെ. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉമ്മയുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഓടി വന്നു. എന്നാൽ ഹസീനയും ഇറങ്ങി വന്നു. അല്ല, ഇതെന്താ? ആഹാ, കിറ്റോ? ഇതെന്താ കയ്യിൽ പൈസയും കിട്ടിക്കണോ? അത് ഹസീന അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി. അത് മോളെ, ഞാൻ ഇവർക്ക് എന്തെങ്കിലും. ആർക്ക്? ഞാനും ഉമ്മയുടെ മോള് തന്നെയാണ്, എനിക്ക് കൂടി അവകാശപ്പെട്ടത് തന്നെയാണ് ഇത്. എന്നാൽ ആ ഉമ്മ നിസ്സഹയായി അവിടെ നിൽക്കുകയായിരുന്നു. അതെ, സൗദയുടെ അടുത്ത് കാട്ടുന്ന വീമ്പും ഇളക്കവുമൊന്നും അവിടെ ഹസീനയുടെ അടുക്കൽ നടക്കുന്നില്ല. കുഞ്ഞിക്കതിയാത്ത ശരിക്കും പെട്ട പോലെ തന്നെയാണ്. ഹസീന ആ ക്യാഷ് അങ്ങ് വാങ്ങി. ആഹാ, 3000 രൂപ ഉണ്ടല്ലോ. എന്നാലും അത്യാവശ്യം ഒരു ഡ്രസ്സൊക്കെ എടുക്കാം അല്ലേ? ആഹാ, എനിക്കൊരു ഡ്രസ്സ് തന്നെ ഇത് തികയൂല. ഇന്നാൾ സത്താർക്ക് എടുത്തുന്ന ഡ്രസ്സിന് 4500 രൂപ വില ഉണ്ട്. ഇതിപ്പോൾ കുഴപ്പമില്ല, തൽക്കാലം ഇതിരിക്കട്ടെ. അത് കൊണ്ടുപോവല്ലേ? അത് കുട്ടിയാൾക്ക് എന്തെങ്കിലും. എന്താ ഉമ്മ നിങ്ങളെ കഥ? കുട്ടിയാക്കോ? അതൊക്കെ നിങ്ങൾക്ക് ഇനിയും പോയാൽ കിട്ടും. എവിടെയൊക്കെ പോയി ഇറന്ന് വാങ്ങിയതാണിതിപ്പോൾ? അത് ഞാൻ എന്താ? ആഹാ, എന്താ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അവർ അയച്ച ആ ഫുഡും കാര്യങ്ങളും അതും അവൾ നോക്കി. ആ മക്കളും അത് കൊതിയോടെ നോക്കി നിന്നു. കിറ്റും ഉണ്ട്, കിറ്റ് നിങ്ങൾ വെച്ചോളി, വെച്ച് വിളമ്പി തന്നോണ്ടി കേട്ടോ. കിറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. അരിപ്പൊടി, മൈദപ്പൊടി, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, റവ, പാൽപ്പൊടി, നെയ്യ്, ഏലക്ക, അങ്ങനെ പല സാധനങ്ങളുണ്ടല്ലോ. ആഹാ, കൊള്ളാലോ. ഇതിപ്പോൾ എവിടേക്കായിരുന്നു ഉമ്മ പോയിരുന്നത്? മുഖംമൂടിയൊക്കെ അണിഞ്ഞുകൊണ്ട്. മറ്റേ അത് പതിവില്ലായിരുന്നല്ലോ. ഹസീനയുടെ കളിയാക്കിക്കൊണ്ടുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ആ ഉമ്മ ഉത്തരം പറഞ്ഞില്ല. അഥവാ പറഞ്ഞാൽ തന്നെ വെച്ചേക്കില്ല എന്ന് കരുതി. ആ മോളെ, ആ പൈസ അങ്ങോട്ട് തന്നേക്ക്. ഇവൾക്ക് എന്തെങ്കിലും ഓരോ കൂട്ട് പുതിയതെങ്കിലും. എന്താ എൻ്റെ പൊന്നാരുമ്മ, ഇത്രയും വലിയ കൊട്ടാരം പോലെ വീട്ടിലെ ഒരു ഉമ്മ അങ്ങനെ ഇത്രമാത്രം പാവാകുക? അല്ല, എവിടെ ഇത്താത്താൻ്റെ പൈസ പിന്നെ വന്നില്ലല്ലോ? എവിടെ? അളിയന് നല്ല പൈസ അയക്കുന്ന ആളാണല്ലോ, ഒന്ന് വിളിച്ചു നോക്കിക്കേ. എന്നാൽ ആ ഫോണ് അവിടെ തന്നെയാണ് എന്നുള്ള കാര്യം അതൊന്നും അവളോട് പറഞ്ഞിട്ടില്ല, അറിയുന്നില്ല. അവരാകെ ശരിക്കും പെട്ടുപോയ അവസ്ഥയിലാണ്. തൻ്റെ മകൾ എവിടെ പോയി എന്നറിയാത്ത ആ ഒരു അവസ്ഥ. അതെ, മകളുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോകുകയായിരുന്നു. എന്നാൽ ഈ സമയം അതാ സൗദ, അതെ ശരിക്കും അവൾ 3 നോമ്പ് എങ്ങനെയൊക്കെയോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നോൽക്കുകയാണ്. അത് എവിടെന്നെങ്കിലും കിട്ടുന്ന ആ ഒരു ഭക്ഷണം അതെടുത്ത് അവൾ അത്താഴമായിട്ട് വിശക്കുമ്പോൾ കഴിക്കും. മഗ്‌രിബിൻ്റെ ബാങ്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒപ്പിച്ച് നോമ്പ് തുറക്കും. പല കടകളുടെ മുമ്പിലും അവൾ പോയി നിൽക്കും. അങ്ങനെ അതാ അവളുടെ അവസ്ഥ വളരെയധികം ദയനീയമായ അവസ്ഥയിലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ വലിയ ഘടികാരം അന്നും 6 മണിയോടടുക്കുമ്പോൾ മങ്ങലേറ്റ ആകാശം ചുവപ്പിലേക്ക് വഴുതിക്കൊണ്ടിരുന്നു. നോമ്പ് മാസത്തിൻ്റെ ഒരു വൈകുന്നേരം. ആളുകൾ വീട്ടിലേക്ക് പോകുവാനുള്ള തിരക്ക് അവിടെ നന്നായി കാണുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ആ തിരക്കിനിടയിൽ ആ ചെറിയ ബാഗ് പിടിച്ച് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മൂലയിൽ നിൽക്കുന്ന പെണ്ണ് സൗദ ആദ്യമായി ആ നഗരത്തിലെത്തുകയായിരുന്നു. നാട്ടിൽ നിന്ന് ട്രെയിന് കയറി, പക്ഷേ കൃത്യമായ സ്ഥലം അറിയാത്തതുകൊണ്ട് വഴിയിൽ ഒരിടത്തിറങ്ങി. എന്നാൽ വീണ്ടും തിരിച്ചങ്ങോട്ട് ഒരു ട്രെയിനുണ്ട് 3 മണിക്കൂർ കഴിഞ്ഞ് എന്നതിന് ശേഷം അവളത് വെയിറ്റ് ചെയ്തിരുന്നു. എങ്ങനെയൊക്കെയോ അതിലൊക്കെ പിടിച്ചു കയറി. ശരിക്കും വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ ഒരു ട്രെയിനിലെ ജീവിതം. അതെ, അത്രക്കും ആളുകൾക്കിടയിൽ അവളങ്ങ് പെട്ടുപോവുകയായിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, നിസ്സഹായ അവസ്ഥ. എന്നാൽ ട്രെയിനിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയിട്ടും അവൾ ഇറങ്ങിയിരുന്നില്ല. അവൾ ആ ട്രെയിനിൽ തനിച്ചായ പോലെ. അതെ, ആ സ്റ്റോപ്പ് എത്തിയപ്പോൾ ആ ട്രെയിനിൻ്റെ സമയം അവിടെ കഴിഞ്ഞിരിക്കുന്നു. പിറ്റേന്നാണ് ആ ട്രെയിൻ അവിടെ നിന്ന് ഇറക്കുക. ആ സമയം അതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ TTR വന്ന് നോക്കിയിട്ടില്ല എങ്കിൽ ഒരിക്കൽ പോലും സൗദ അവിടെ നിന്ന് എഴുന്നേൽക്കില്ലായിരുന്നു.
അങ്ങനെയതാ പെട്ടെന്ന് ഒരു TTR അവളുടെ അടുത്തേക്ക് വരികയാണ്. ടിക്കറ്റ് ചോദിച്ചുകൊണ്ട് വരുമെന്നായിരുന്നു അവൾ കരുതിയത്. എന്നാൽ ചുറ്റുഭാഗത്തേക്കുമായിട്ട് അവൾ നോക്കിയപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയിക്കുന്നു. എന്താ ഇവിടെ നിൽക്കുന്നത്, ഇറങ്ങുന്നൊന്നുമില്ലേ? അയാളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ ആ വലിയ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയായിരുന്നു. സൗദ ആദ്യമായിട്ടായിരുന്നു ആ വലിയ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ഇപ്പോൾ വൈകുന്നേരമായി തുടങ്ങി. അല്ലാ, നോമ്പുകാലാണ്. റഹ്മാനെ, നോമ്പ് തുറക്കാൻ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ വിചാരിക്കുകയാണ്. അവൾ വിചാരിച്ചു വീട്ടിലായിരുന്നെങ്കിൽ ഈ സമയത്ത് അതെ പാത്രത്തിൽ പലഹാരങ്ങളും പഴങ്ങളും ഈന്തപ്പഴവും വെള്ളവും എല്ലാം നിറഞ്ഞു നിൽക്കും. എല്ലാവരും ഒരുമിച്ച് കഴിക്കും. അവരുടെ ചെറുപ്പകാലം, ഉപ്പയുള്ള കാലം സുന്ദരകാലമായിരുന്നു. അതിനെക്കുറിച്ച് ആലോചിച്ചു. എന്നാൽ പതുക്കെ പതുക്കെ ഉപ്പയെ ഉമ്മയങ്ങ് ഉപേക്ഷിക്കുകയായിരുന്നു, ചീത്ത പറഞ്ഞ്. അത്രക്കും ദയനീയമായ അവസ്ഥയായിരുന്നു ഉപ്പാക്ക് പിന്നെ ഉണ്ടായത്. ഉപ്പ പോയതിനു ശേഷം വീട്ടിലെ സന്തോഷങ്ങളെല്ലാം അങ്ങ് കെട്ടടങ്ങി എന്ന് തന്നെ പറയാം. ഉമ്മയുടെ ആ ഒരു ദേഷ്യപ്പെട്ടുള്ള സ്വഭാവം, അതായിരുന്നു അവൾക്ക് കൂടുതൽ വിഷമമുണ്ടായത്. കാരണം എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥ. പ്ലാറ്റ്ഫോമിലെ ചായക്കടയിൽ നിന്ന് നോമ്പ് തുറക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ പകുതി ചൂടുള്ള സമൂസയുടെ മണവും ചായയുടെ വാസനവും കാറ്റിൽ കലർന്നു വന്നു. നോമ്പ് തുറക്കാൻ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ പേഴ്സ് തുറന്നപ്പോൾ നോക്കിയത് അവശേഷിച്ചത് കുറച്ച് നാണയങ്ങൾ മാത്രം. അതവൾക്ക് മുമ്പിലെ യാത്രക്കായി ഇനി വേണ്ടിവരും. അല്ലെങ്കിലും അത് തികയില്ല. അല്ലെങ്കിലും എന്ത് ചെയ്യാൻ, ഈ നാണയം കൊണ്ട് എന്ത് കിട്ടാൻ? ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ചു. അല്ലാഹുവേ, എനിക്കൊരു വഴി തുറന്നു തരണമേ, അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. ചുറ്റുമുള്ള ആളുകൾ പലവിധത്തിലും അവളെ നോക്കി. ചിലർ കരുണയോടെ, ചിലർ സംശയത്തോടെ, ചിലർ വെറും കൗതുകത്തോടെ. ഒറ്റക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടി, അതും വൈകുന്നേരമാകുമ്പോൾ, സന്ധ്യയാകുമ്പോൾ. പലർക്കും ചോദ്യമാകുന്ന കാഴ്ച, ഈയൊരു പെണ്ണ് എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഈയൊരു സമയത്ത് കാണാൻ കുഴപ്പമില്ലാത്തൊരു പെണ്ണാണല്ലോ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പല രീതിയിലും എല്ലാവരും അവളെ അങ്ങനെ നോക്കിപ്പോകുന്നു. ചിലരുടെ നോട്ടം കാണുമ്പോൾ അവൾക്ക് ഭയം തോന്നുന്നു, ചിലരുടെ നോട്ടം കാണുമ്പോൾ അവൾക്ക് സമാധാനം. അങ്ങനെ എന്നാൽ പെട്ടെന്ന് ഒരു വയസ്സായ സ്ത്രീ അടുത്ത് വന്ന് ചോദിച്ചു. അവളുടെ അടുത്തേക്ക് വരികയാണ്. വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് അല്പം സമാധാനം തോന്നി. അല്ല മോളെ, കുട്ടി ആരെങ്കിലും കാത്തിരിക്കുകയാണോ ഇവിടെ? സൗദ ചെറുതായി ഒന്ന് ചിരിച്ചു. അതെ, ഞാൻ ഒരാളെ തിരഞ്ഞ് കാത്തിരിക്കുകയാണ്. ആരെയാ മോളെ? എന്താ വന്നില്ലേ? ഇല്ല, വന്നിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് തിരഞ്ഞു പോകണം. കാരണം എനിക്കറിയില്ല, കോയമ്പത്തൂരാണെന്ന് കേട്ടിട്ടുണ്ട്. മോൾ ആരെയാ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിനെയോ? എവിടെയാണ് കുട്ടി പിതാവ്? നിൻ്റെ പിതാവിൻ്റെ ഫോൺ നമ്പർ ഇല്ലേ? ഇല്ല, എൻ്റെ കയ്യിൽ ഫോണില്ല. പിതാവിൻ്റെ ഫോൺ നമ്പറും അറിയില്ല, അവൾ നിസ്സഹായയോടെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? എന്ത് കരുതിയിട്ടാ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചത്? ഇങ്ങനെയൊക്കെ ഈ വലിയ നഗരത്തിലേക്കൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിക്കാനൊക്കെ പാടുണ്ടോ? ഏതാ അറിയാതെ? ഊരും പേരൊന്നും ഇല്ലേ കുട്ടിക്ക്? ആ വൃദ്ധയുടെ വാക്കുകളിൽ അവളെന്ത് പറയണമെന്നായിപ്പോയി. അതെ, സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം ഉമ്മയുടെ അരികിൽ നിന്ന് ഞാൻ ഒളിച്ചോടി ഇറങ്ങിപ്പോയതാണ് എന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ. അതെ, ഭർത്താവിനെ വിട്ട് ഞാൻ പോയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ത് പറയും? അതെ, ഞാൻ എൻ്റെ ഉപ്പയെ തേടി വന്നത്. എന്താ കുട്ടി ഇങ്ങനെ എന്താ വരാൻ കാരണം? കൂടെ ആരുമില്ലേ കുട്ടിൻ്റെ? ആ ഒരു വൃദ്ധയുടെ വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. എന്താ കുട്ടി? ഘടികാരം 6:30 അടിച്ചു. ആ റെയിൽവേ സ്റ്റേഷനിലെ വലിയ ഘടികാരം. മസ്ജിദിൽ നിന്നുള്ള ബാങ്ക് ദൂരത്ത് നിന്ന് കേൾക്കുവാൻ തുടങ്ങുന്നു. ആ ശബ്ദം അവളുടെ മനസ്സിനെ നിറച്ചു. പള്ളിയിൽ നിന്നുള്ള ബാങ്കത കേൾക്കുകയാണ്. പുത്തൻ വീട്ടിലെ ഓർമ്മകൾ വീണ്ടും അവളുടെ കണ്ണുകൾ നിറച്ചു. ഇല്ല, ഐഷുമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നവൾ ആലോചിച്ചു പോയി. പാവമായിരുന്നു ഐഷുമ്മ. സ്നേഹത്തോടെയായിരുന്നു എന്നെ നോക്കിയിരുന്നത്. പക്ഷേ ഞാനായിട്ട് അഹങ്കാരം കൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തി. പുത്തൻ വീടിൻ്റെ ഓർമ്മകളിൽ അവളുടെ കണ്ണീർ ഒലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ വയോധിക സ്ത്രീ ചോദിച്ചു, അല്ല കുട്ടിയെ, കുട്ടിക്ക് നോമ്പുണ്ടോ? ആ വയോധിക സ്ത്രീ ചോദിച്ച ചോദ്യത്തിന് അവൾ
ഉത്തരം എന്ന വെണ്ണു തലയാട്ടി. എന്നാൽ ആ സ്ത്രീ തൻ്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ സ്റ്റീൽ പാത്രം എടുത്തു. അതിൽ 2 ഈത്തപ്പഴവും ഒരു ചെറിയ വെള്ളക്കുപ്പിയും. ഇതെടുക്ക് മോളെ, നാ ഇത് നോമ്പ് തുറക്ക്. സൗദിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പറഞ്ഞു, അതെ, എനിക്ക് പണമില്ലുമ്മ, എൻ്റെ കയ്യിൽ പണമില്ല. ആ, ഇത് വിൽക്കാൻ കൊണ്ടുവന്നോന്നല്ല, ഇത് കഴിക്കുക കുട്ടിയെ. നോമ്പ് നോറ്റ് ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഇരിക്കുകയാണോ? എനിക്കും ഉണ്ട് ഇതുപോലത്തെ മക്കൾ, നിന്നെ പോലെ തന്നെ, അവളെപ്പോലെ തന്നെയാണ് നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു നിമിഷം അവൾ സൗദ വിചാരിച്ചു, റബ്ബേ, പടച്ച റബ്ബിനോട് ഞാനൊരു വഴി കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ വേഷത്തിൽ ആരായിരിക്കും വന്നത് എനിക്കറിയുന്നില്ല. എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം. സൗദ ഈത്തപ്പഴം കയ്യിലെടുത്തപ്പോൾ അവൾക്ക് അതൊരു പഴമല്ല, ഒരു ആശ്വാസം, വലിയൊരു ആശ്വാസമായിട്ടാണ് തോന്നിയത്. ഈത്തപ്പഴം ഒരു ചെറിയ പഴമാണെങ്കിലും അതിൽ വളരെയധികം അനുഗ്രഹങ്ങൾ കണ്ടു. വെള്ളം കുടിച്ചപ്പോൾ അവളുടെ ശരീരത്തിനും മനസ്സിനും പുതുജീവൻ കിട്ടി. അവർ തന്ന ആ 2 ഈത്തപ്പഴവും വെള്ളം കുടിച്ചപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം. നോമ്പ് തുറന്ന നേരം അവൾക്കൊരു ധൈര്യം വന്നു. മോളെ, ഇനിയിപ്പോൾ കുട്ടി എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ എൻ്റെ ഉപ്പയെ കണ്ടുപിടിക്കട്ടെ. ആ മോളെ, ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ തന്നെയായാലും ബുദ്ധിമുട്ടുന്ന സമയത്ത് പഠിച്ചവനോട് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ഒരു സഹായമായിട്ട് പഠിച്ചോൻ വരും. എന്നാൽ അതും പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സൗദ ആ സ്ത്രീയെ നോക്കിക്കൊണ്ടിരുന്നു. റബ്ബേ, നിസ്കരിക്കണമല്ലോ, എന്താ ഞാൻ ചെയ്യുക? എന്നാൽ ട്രെയിനുകളുടെ ശബ്ദത്തിനിടയിൽ അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് നടക്കുകയാണ്. ആ സന്ധ്യ അവൾക്ക് വിശപ്പിൻ്റെ കഥയല്ല, മനുഷ്യ കണ്ണീരിൻ്റെ കരുണയുടെ കഥ. അവൾ ആലോചിച്ചു, ആ സ്ത്രീ ആരായിരിക്കും? എനിക്ക് ആ കൃത്യസമയത്ത് വെള്ളവും ഈത്തപ്പഴവും കൊണ്ടുവന്ന ആ സ്ത്രീ ആരായിരിക്കും? റെയിൽവേ സ്റ്റേഷനിലെ ആ ചെറിയ ഈത്തപ്പഴത്തിൻ്റെ മധുരം സൗദിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷയുടെ തുടക്കമായി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മടങ്ങി വരുന്നു. ആ കുട്ടിയെ, പിന്നെ അപ്പുറത്തൊരു പള്ളിയുണ്ട്, കുറച്ചങ്ങനെ നടക്കാനുണ്ട്. അവിടെ അപ്പുറത്ത് പോയാൽ നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് സൗകര്യമുണ്ട്. അതുപോലെ പള്ളിക്കഞ്ഞിയും കിട്ടും. പള്ളിക്കഞ്ഞി കുടിച്ചാൽ തന്നെ വിശപ്പൊക്കെ മാറും. മോളൊന്ന് പോയി നോക്ക്, ഞാനേതായാലും പോകട്ടെ. അതും പറഞ്ഞ് ആ സ്ത്രീ നടന്നകന്നു. വീണ്ടും തൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്ന ആ സ്ത്രീ പറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ട് അവളുടെ മനസ്സിൽ അല്പം ആശ്വാസം തോന്നി. അതെ, പള്ളിക്കഞ്ഞി കുടിച്ചാലും എനിക്ക് അത്താഴത്തിനും ഉള്ളത് ആവുമല്ലോ എന്ന് കരുതി അവൾക്ക് നിസ്കാരത്തെക്കുറിച്ച് ഓർത്തു. അവൾ, റബ്ബേ, നിസ്കരിക്കണമല്ലോ. അവൾ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ കേട്ടു. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരം, അതിനൊരു വിട്ടുവീഴ്ചയില്ല. അത് നിൽക്കാൻ കഴിയുന്നവർ നിന്ന് തന്നെ നിസ്കരിക്കണം, നിൽക്കാൻ കഴിയാത്തവർ ഇരുന്ന് നിസ്കരിക്കണം, ഇരിക്കാൻ കഴിയാത്തവർ കിടന്ന് നിസ്കരിക്കണം, കിടന്നുകൊണ്ട് കയ്യും കാലും ഒന്നും അനക്കാൻ കഴിയാത്തവർ കണ്ണുകൾ കൊണ്ടെങ്കിലും ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം. അതും പറ്റൂലെങ്കിൽ മനസ്സിലെങ്കിലും ആ സമയമാകുമ്പോൾ നമ്മൾ നിസ്കരിക്കണം. മക്കളെ, നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ലല്ലോ. അതെന്തൊക്കെ തന്നെ അശുദ്ധിയായാലും ആ ഒരു അവസ്ഥയിൽ മനസ്സിൽ വിചാരിക്കണം, നമ്മൾ ഏതൊരവസരത്തിൽ നിസ്കാരത്തിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഒരു പക്ഷേ നമുക്ക് ഔറത്ത് മറക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. ഒന്നുമില്ല കൈകളിൽ, ചെറിയ ഡ്രസ്സ്, അല്ലെങ്കിൽ വൃത്തിയാക്കാൻ വെള്ളമില്ല, ഒന്നുമില്ല. ആ ഒരവസ്ഥയിലും നമ്മൾ ആ സമയമാകുമ്പോൾ നിസ്കാരത്തെ ഓർക്കണം, നിസ്കരിക്കണം. എങ്ങനെയൊക്കെ തന്നെയായാലും അവൾ ആ സ്ത്രീ പറഞ്ഞതിനനുസരിച്ച് അതുവഴി പോകുന്നു. ഒരു നിമിഷം അവൾക്ക് തോന്നി, ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വരാന്തകളിൽ ഒന്ന് നിസ്കരിച്ചാലോ എന്നുള്ളത്. ആളുകൾ പോകുന്ന ആ ഒരു വഴിയിൽ സൗദ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. ട്രെയിനിൻ്റെ കാതടുപ്പിക്കുന്ന ശബ്ദങ്ങൾ. എങ്കിലും അവൾ ആ വൃദ്ധ പറഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്ലാറ്റ്ഫോമിലൂടെ അവൾ നടന്നു. പുറത്തേക്ക് ഇങ്ങനെ കിടക്കും എന്നുള്ള രീതിയിൽ. എന്നാൽ പെട്ടെന്നൊരു ട്രെയിന് വന്നു. അതിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇറങ്ങി, എല്ലാവരും പുറത്തേക്കുള്ള വഴിയിൽ. എങ്കിൽ ആ ആളുകൾക്കിടയിൽ അവളും അങ്ങ് അലിഞ്ഞു ചേർന്നു. അതിനപ്പുറത്തേക്കായിട്ടാണ് അവർ പറഞ്ഞ ആ സ്ഥലം. ഒടുവിൽ ആരോടൊക്കെ ചോദിച്ചു, ഇവിടെയുള്ള മുസ്ലിം മസ്ജിദ്. എന്നാൽ പലർക്കും അവളുടെ ഭാഷ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു തരം തമിഴ് കലർന്ന ഭാഷ. ശരിക്കും തമിഴാണെന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല. അങ്ങനത്തെ ഒരു രീതിയിൽ അവൾ ഒടുവിൽ
ഭക്ഷണം കഴിക്കുവാനുള്ള കഞ്ഞിയുടെ കാര്യമൊക്കെ ആംഗ്യഭാഷയിലൂടെയൊക്കെ പറഞ്ഞൊപ്പിച്ചു. നിസ്കരിക്കുന്ന കാര്യം ആംഗ്യഭാഷയിൽ അവതരിപ്പിച്ചു. അങ്ങനെ അതാ അവർ ഒരു കൊച്ചു പള്ളി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അവർ പറഞ്ഞ ആ വഴിയിലൂടെ കുറച്ചധികം നേരം നടന്നു. നിസ്കരിക്കണം, അതാണ് മെയിന്. ആദ്യം നിസ്കരിക്കണമല്ലോ. ആ പള്ളിയുടെ പരിസരത്തെങ്ങാനും എത്തിക്കിട്ടിയാൽ അവിടെയെങ്കിലും നിസ്കരിക്കാം എന്നവൾ കരുതുകയാണ്. അങ്ങനെ അതാ വീണ്ടും അവൾ പോയിക്കൊണ്ടിരിക്കുന്നു. മഗ്‌രിബ് ബാങ്കെല്ലാം കൊടുത്തു കഴിഞ്ഞു. ആകാശം ഇരുണ്ട നീല നിറത്തിലേക്ക് മാറി തുടങ്ങുന്നു. ഷഫഖുൽ അഹ്മർ പതുക്കെ മാറുകയാണ്. റബ്ബേ, എൻ്റെ നിസ്കാരം ഖളാവുമല്ലോ എന്നുള്ള ഭയവും അവൾക്കുണ്ടായിരുന്നു. എന്നാൽ ദൂരേതാ ചെറിയൊരു പള്ളി കാണുന്നു. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മൃദുവായി കാറ്റ് വീശുന്നു. പട്ടിണിയോടെ വയറിളകി കണ്ണുകൾ കുഴിഞ്ഞ് വസ്ത്രങ്ങൾ ചീഞ്ഞ നിലയിലായിട്ടുണ്ട് സൗദ ആ പള്ളി ലക്ഷ്യമാക്കി പോകുന്നു. അവൾ അതാ കണ്ടപ്പോൾ വലിയൊരു നീണ്ട നിരയായിരുന്നു പള്ളിക്കഞ്ഞിക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും കൈകളിൽ തൂക്കാപാത്രങ്ങൾ, അതുപോലെ ചെറിയ പാത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് ആദ്യം തോന്നി കഞ്ഞി വാങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും നിസ്കരിക്കണമെന്ന്. അവൾ അവിടെ കണ്ടിരുന്ന ആ ഒരു ടാപ്പിൽ നിന്ന് ഒളൂഹ് ചെയ്ത് എന്നിട്ട് കുറച്ചപ്പുറത്തേക്കായിട്ട് നിന്ന് നിസ്കരിക്കാൻ നിന്നപ്പോൾ, ഇവിടെ നിസ്കരിക്കാനുള്ള സ്ഥലമല്ല, അത് സ്ത്രീകൾക്ക് ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരാൾ പറയുന്നു. നിങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കോളൂ, ആ ഭാഗത്ത് നിസ്കരിക്കാം. അങ്ങനെ അവർ അവിടെ പോയി നിസ്കരിക്കുന്നു. എങ്ങനെയൊക്കെയോ അവൾ നിസ്കരിച്ചു. ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ട്. നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ റഹ്മാനെ, ഇനിയും എന്നെ തളർത്തല്ലേ അല്ലാ, എൻ്റെ പിതാവിനെ ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്നവൾ വിചാരിച്ചു. ദുആ ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ സൗദ പള്ളിയുടെ ആ ഒരു വരിയിലേക്ക് നോക്കുന്നു. അത് നീണ്ട വലിയൊരു വരി തന്നെയായിരുന്നു. ഒരുപക്ഷെ പാവങ്ങളായിരിക്കും, പട്ടിണി പാവങ്ങൾ ഒരു നേരത്തെ വിശപ്പകറ്റാൻ അല്ലെങ്കിൽ നോമ്പ് തുറക്കുവാൻ പള്ളിക്കഞ്ഞിക്ക് വേണ്ടി വന്നതായിരിക്കും. അവൾ ആ നീണ്ട വരിയുടെ ഏറ്റവും പിന്നിലായിട്ട് നിന്നു. അതിൽ ഓരോ മുഖത്തേക്കും അവൾ സൂക്ഷിച്ചു നോക്കി. അത് എൻ്റെ പിതാവെങ്ങാനും ഉണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട്. ചിലർ നോമ്പ് തുറക്കുവാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങോട്ട് വന്നതുപോലെയുണ്ട്. ചിലർ ഈത്തപ്പഴം വെള്ളം മാത്രം കുടിച്ചു നിൽക്കുന്നവരുണ്ട്. എന്നാൽ ചില ആളുകൾ അവിടെ കഞ്ഞിക്ക് വേണ്ടി പാത്രങ്ങൾ നീട്ടുന്നുണ്ട്. കഞ്ഞിയും ഒരു ഈത്തപ്പഴവും വാങ്ങാൻ കൈ നീട്ടുന്ന പലരും. ചിലരുടെ മുഖത്ത് നന്ദിയുണ്ട്, ചിലരുടെ മുഖത്ത് ലജ്ജ, ചിലരുടെ മുഖത്ത് വല്ലാത്ത ക്ഷീണം. സൗദയുടെ മുഖത്ത് എല്ലാം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ കഞ്ഞി എല്ലാവരും വാങ്ങുന്നതിനിടയിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു തമിഴിലെന്തോ, ഇനി കഞ്ഞി കൊഞ്ചം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ബാക്കിയുള്ള കുറച്ച് ആളുകൾ കൂടിയുണ്ട്. അവർക്ക് കൂടി തികഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് സന്തോഷമായിരിക്കും. എന്നാൽ സൗദിയുടെ ഹൃദയം ശക്തമായി വെടിച്ചു. വിശപ്പടക്കാനെന്ന് കരുതിയ ആ ഒരു കഞ്ഞി കിട്ടുമോ എനിക്ക്? എൻ്റെ കയ്യിൽ പാത്രം പോലും ഇല്ല. എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥ. അവൾ മുന്നോട്ട് നീങ്ങി. കൈകൾ വിറക്കുന്നു. ഒരു വലിയ പാത്രത്തിൽ നിന്നുള്ള കഞ്ഞി ചെറിയ കപ്പുകളിലായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു, നിറക്കുന്നു. എല്ലാവരും ഓരോ പാത്രങ്ങൾ നീട്ടിയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. മുന്നിലുള്ളവർക്ക് പെട്ടെന്ന് കിട്ടുന്നു. എന്നാൽ വീണ്ടും പാത്രം അവർ നീട്ടിക്കൊണ്ട് വരുന്നുണ്ട്. വാങ്ങിയവർ വീണ്ടും വാങ്ങുന്നുണ്ട്. നിങ്ങളിങ്ങനെ വാങ്ങിയവർ വാങ്ങല്ലേ, വാങ്ങാത്തവർ ഇഷ്ടം പോലെ അവിടെ ഉണ്ടാകും, ഒരാൾ അതിൽ പറയുന്നു. ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ, വാങ്ങിയവർ വിട്ടു നിൽക്കുക, വാങ്ങാത്തവർ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും അവിടെ. എന്നാൽ ഇനി സൗദിയുടെ ഊഴമാണ്. കുറച്ച് കഞ്ഞിയാണ് ഇനി ബാക്കിയുള്ളത്. എന്നാൽ അവളോട് പറഞ്ഞു, കഞ്ഞിയുടെ പാത്രം എടുക്ക്. അവൾ നിസ്സഹായതയോടെ അവരുടെ മുഖത്തേക്കൊന്ന്, പാത്രം ഇല്ലാതാണോ അക്ക കഞ്ഞിക്ക് വന്നിട്ടുള്ളത്? അവൾ നിസ്സഹായതായി അവരുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അപ്പുറത്ത് ഒരു ഉസ്താദ്, ആ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ഉസ്താദാണെന്ന് തോന്നുന്നു. അവരുടെ ശബ്ദം, പാത്രമില്ലാത്തവർക്ക് പള്ളിയിലെ പാത്രം എടുത്ത് കഞ്ഞി ആരെയും മടക്കി വിടല്ലേ എന്ന് പറഞ്ഞ ആ ഒരു ശബ്ദം. അത് കേട്ടപ്പോൾ അവൾ ആകാംക്ഷയോടെ ആ പള്ളിക്കകത്തേക്ക് നോക്കി. തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്ക് കേട്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷം. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ, ഒരു ഉസ്താദ് അങ്ങോട്ട് കടന്നു വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രവും ഒരു കയ്യിലും എടുത്തുകൊണ്ട്, ഇതിലേക്ക് കൊടുക്കൂ. അയാൾ കഞ്ഞി വിളമ്പി ആ പാത്രം നിറയെ അതിലേക്ക് ആ ഒരു സ്പൂണും ഇട്ടുകൊടുത്തു.
അത് സൗദയുടെ കൈകളിലേക്ക് ആ അവസാനത്തെ കഞ്ഞി എത്തി. ആ വലിയൊരു പാത്രത്തിൽ അത്രയധികം കഞ്ഞി വെച്ചിട്ടും എത്ര പെട്ടെന്നാണ് അത് കാലിയായി പോയത്. അവസാനമായി വന്ന സൗദക്ക് ആ പള്ളിക്കഞ്ഞി വിളമ്പി. അവൾ ഒരു വശത്തിരുന്നു. ആദ്യത്തെ സ്പൂണ് വായിലേക്ക് വെക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. അത് കഞ്ഞിയുടെ രുചിയാണോ അതോ അവളുടെ ദുഃഖത്തിൻ്റെ ഉപ്പാണോ എന്നവൾക്ക് മനസ്സിലായില്ല. അവൾ അത് ആകാംക്ഷയോടെ ആർത്തിയോടെ കുടിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സന്തോഷത്തോടെ അവർ പള്ളിയുടെ ഒരു ഭാഗത്ത് നിന്ന് അത് കുടിച്ചു. കണ്ണുകൾ നിറഞ്ഞ് പടച്ച റബ്ബിനെ അവൾ പ്രാർത്ഥിച്ചു. പടച്ചോനെ, എൻ്റെ വിശപ്പടക്കാൻ ഈ കഞ്ഞി നീ എനിക്ക് തന്നല്ലോ റബ്ബേ. വല്ലാത്ത രുചിയുള്ളൊരു കഞ്ഞിയായിരുന്നു അത്. ആ കഞ്ഞിയിൽ എന്തൊക്കെയോ ഔഷധ ഗുണങ്ങളുള്ള എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാത്ത ടേസ്റ്റായിരുന്നു ആ ഒരു പള്ളിക്കഞ്ഞിക്ക്. അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ മനോഹരമായ ഒരു ബാങ്കുലി ആ ഒരു പള്ളിയിൽ നിന്ന് കേൾക്കുന്നു. ശരിക്കും സൗദ അത് കേട്ടിരുന്നു പോയി. അത് കേരളത്തിൽ നിന്ന് കേട്ടുപോലുള്ള മനോഹരമായൊരു ബാങ്ക്. മാഷാ അല്ലാ, എത്ര മനോഹരമാണ് ഈ ഒരു ബാങ്ക് കേൾക്കാൻ. അവൾ അത് കാതോർത്തിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ നിമിഷം തന്നെ അവൾ നേരത്തെ കണ്ട ആ ഒരു പൈപ്പിൽ നിന്ന് അവൾ വേഗം ഉളൂഹെടുത്തു. നമസ്കരിക്കുവാൻ അവൾക്ക് അവിടെ പറ്റില്ല. അത് ആണുങ്ങളുടെ പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ആ പള്ളിയുടെ ഒരു ഭാഗത്തേക്കായിട്ട് ഒരാൾ കാണിച്ചു തന്ന ആ ഒരു സ്ഥലത്തായിട്ട് അവൾ പെട്ടെന്ന് നിസ്കരിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഇശാഹിന് വേണ്ടി ചില ആളുകളൊക്കെ ആ കൊച്ചു പള്ളിയിലേക്ക് വരുന്നുണ്ട്. പള്ളിയെന്ന് വെച്ചാൽ അതാ ഒരു ഓടിട്ട പള്ളിയായിരുന്നു. ആ ഇശാഹ് ബാങ്കിൻ്റെ ആ ഒരു മനോഹരമായ ആ ഒരു ശബ്ദത്തിൽ അവൾ ശരിക്കും ലയിച്ചുപോയി. പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കണം എന്നുള്ള ചിന്തയും അവളിൽ ഉണ്ടായിപ്പോയി. എന്നാൽ എല്ലാവരും ഇശാഹ് നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ തറാവീഹിനുള്ള ഒരുക്കമാണ് അവിടെ. വീണ്ടും കുറച്ചാളുകൾ കൂടി അതാ പള്ളിയിലേക്ക് വരുന്നു. അധികമൊന്നുമില്ല. ഒരു നിമിഷം അവൾ ഓർത്തു, ഭക്ഷണം കിട്ടുവാൻ വേണ്ടിയിട്ട് വലിയൊരു നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നിസ്കരിക്കുന്ന കാര്യത്തിൽ അധികം ആളുകളൊന്നുമില്ല. എങ്കിലും കുറച്ചാളുകൾ മാത്രം. വീണ്ടും അതാ ഉസ്താദിൻ്റെ ആ ഒരു മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കുകയാണ്. അതെ, നിസ്കാരത്തിൽ തറാവീഹിൻ്റെ നിയ്യത്ത് കാര്യങ്ങൾ എല്ലാം ഫാത്തിഹ സൂറത്ത് മനോഹരമായ സൂറത്തുകൾ ഓതുമ്പോൾ അവൾ അതിനോടൊപ്പം ചേർന്നു. അവൾ ആ ഒരു പള്ളിയുടെ ഒരു ഭാഗത്തായിട്ട് അവിടെ നിൽക്കുകയാണ് നിസ്കരിക്കുവാൻ വേണ്ടിയിട്ട്. അവർ തറാവീഹ് നിസ്കരിക്കുമ്പോൾ അവൾ അതിനു വേണ്ടി തുടർന്നു. 2 റക്കാത്തുകൾ നിസ്കരിച്ച് സലാം വീട്ടിയിരിക്കുമ്പോഴും അവൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു, അല്ലാ, എൻ്റെ പിതാവ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും എൻ്റെ പിതാവിനെ എനിക്ക് നീ കാണിച്ചു തരണേ അല്ലാ റബ്ബേ. അവൾ അപ്പോഴും അവളുടെ കുഞ്ഞിനെ ഓർത്തു. റബ്ബേ, എൻ്റെ കുഞ്ഞ് കണ്ട് കൊതി തീർന്നില്ല. അത് കാണാൻ വല്ലാതെ മനസ്സ് തുടിക്കുന്നു. എൻ്റെ കുഞ്ഞ് റബ്ബേ ഈ ലോകത്തുണ്ടോ അതോ ഈ ലോകത്തിൽ നിന്ന് പോയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയുന്നില്ല അല്ലാ റഹ്മാനെ. എൻ്റെ കുഞ്ഞ് എവിടെയാണെങ്കിലും എൻ്റെ കുഞ്ഞിലേക്ക് നീ എന്നെ ചേർക്കണേ അല്ലാ. അതെ, എൻ്റെ കുഞ്ഞൊരു പക്ഷേ മരണത്തിലാണെങ്കിൽ എന്നെയും കൊണ്ടുപോകണം. എനിക്കെൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞ കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ല. എൻ്റെ കുഞ്ഞിന് എനിക്ക് പാലൂട്ടാൻ കഴിഞ്ഞില്ല അല്ല. അവൾ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. വീണ്ടും നിസ്കാരം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അതാ നിസ്കരിക്കുകയാണ് അവൾ. ശരിക്കും ആത്മാർത്ഥമായി ആ ഉസ്താദിൻ്റെ ആ ഒരു ഫാത്തിഹ സൂറത്ത് കേട്ടുകൊണ്ട് അതിൽ ആമീൻ പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അതിന് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു, സുഖമുണ്ടായിരുന്നു. 2 ദിവസമായി തറാവീഹ് ഒന്നും നമസ്കരിച്ചിട്ടില്ല. അത് ഫർള് നിസ്കാരം എങ്ങനെയൊക്കെയോ എവിടെയോ വെച്ച് അതും ഇരുന്നും മറിഞ്ഞും അങ്ങനെയൊക്കെ അങ്ങ് ഒപ്പിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ നിസ്കാരം ഒഴിവാക്കിയിട്ടൊന്നുമില്ല. എന്നാൽ ഇന്നത് എനിക്ക് വല്ലാത്തൊരു ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പള്ളിയിൽ നിന്ന് പള്ളിക്കഞ്ഞി കിട്ടുകയും ചെയ്തു. ഇവിടെ നിന്ന് തന്നെ എനിക്ക് തറാവീഹ് നിസ്കരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ തമ്പുരാനെ, അല്ലാ റബ്ബേ, നീ എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം റബ്ബേ. എൻ്റെ ഓരോ അവസ്ഥ ഞാനായിട്ട് വരുത്തി വെച്ചതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അവൾ ഓർത്തു, ഭർത്താവിന് സമ്മതമില്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല.
അതെ, അവരുടെ സമ്മതം അത് വല്ലാത്തൊരു പൊരുത്തം തന്നെയാണ്. ആ പൊരുത്തത്തിലായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. ഞാനതെല്ലാം നഷ്ടപ്പെടുത്തി. അതെ, ഞാനതെല്ലാം നഷ്ടപ്പെടുത്തി ഇറങ്ങിപ്പോന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ പൊന്നുമോൾ ഉപ്പയെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഉപ്പ, നിങ്ങളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്ക് റബ്ബേ എത്ര നല്ലതായിരുന്നു. അവൾ ഓരോ നിസ്കാരത്തിന് റക്കാത്തുകൾക്കിടയിലും ഓരോ കാര്യങ്ങൾ ചൊല്ലുന്നതിനിടയിലും അവൾ അതും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അതാ നിസ്കാരം മുഴുവനായി പൂർത്തിയാവുകയാണ്. പള്ളിയിൽ നിന്ന് ഓരോരുത്തരായി അതാ ഇറങ്ങിപ്പോകുകയാണ്. അവൾ ശരിക്കും എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു അവസ്ഥയിൽ. എന്നാൽ എല്ലാവരും പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ അവളതാ അവിടെ നിൽക്കുന്ന ഒരിക്കൽ പോലും ശരിയല്ലല്ലോ. ആ കൊച്ചു പള്ളിയുടെ സൈഡിലായിട്ട് അവൾ നിന്നു. എല്ലാവരും ഇറങ്ങിപ്പോകുന്നതും നോക്കി. എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പള്ളിയിൽ പൂട്ടി അയിത്തെ വെളിച്ചമെല്ലാം ലൈറ്റുമെല്ലാം ഓഫാക്കി പോകും എന്ന് കരുതിയ അവൾ കുറച്ചു കഴിഞ്ഞപ്പോൾ മനോഹരമായൊരു ഖുർആൻ പാരായണമായിരുന്നു കേട്ടിരുന്നത്. അതെ, ആ പള്ളിയിൽ നിന്ന് ആ പാരായണം ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതങ്ങനെ കടന്നു വന്നു. അവൾ അവളുടെ ഒരു ഷോൾ വിരിച്ച് അതിലായിരുന്നു നിസ്കരിച്ചിരുന്നത്. അവൾ ആ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് അത് ആ പള്ളിയോട് ചാരി ആ ഷാൾ ഒന്നുകൂടി വിരിച്ചു അവിടെ ഇരുന്നു. എന്നാൽ ആ മനോഹരമായ ഖുർആൻ പാരായണം കേട്ട് കൊണ്ടവൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. സൗദയുടെ സ്ഥിതിഗതികൾ ഇനി എന്തായിത്തീരും? അവളെ ആരെങ്കിലും കാണുമോ? അവളെ കണ്ട് അവൾ ആഗ്രഹിച്ച ആളുടെ അരികിലേക്ക് അവളെ എത്തിച്ചു കൊടുക്കുമോ? എന്തായിരിക്കും സൗദയുടെ ഇനിയുള്ള സ്ഥിതി? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെയധികം ദയനീയമായൊരു വാർത്തയാണ് കേട്ടോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതായത് 7 വയസ്സുള്ള മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്ന സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നോമ്പിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾക്ക് എന്താണ് കാരണം എന്ന് വ്യക്തമായിട്ടില്ല. ഈ കുട്ടിയുടെ ഉമ്മ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അതുപോലെ ഉമ്മാക്കും വീട്ടിലുള്ള ആർക്കൊക്കെ ഇങ്ങനെ അസുഖം, ഛർദിയും വയറിളക്കൊക്കെ ഉണ്ടായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. ഈ കുട്ടി കുഴഞ്ഞു വീഴുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രീസറിൽ വെച്ചിരുന്ന ഭക്ഷണം എടുത്ത് ഉപയോഗിച്ചു എന്നോ അതൊക്കെ പറയുന്നത് കേട്ടു. എന്താ കറക്റ്റ് കാരണം എന്താ അറിയില്ല. അങ്ങനെ നമ്മൾ നോമ്പ് കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ തലേന്നത്തെ ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ വെച്ച് പിറ്റേന്ന് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് പറ്റിക്കൊള്ളണം എന്നില്ല അല്ലേ. ചില സമയത്ത് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് ആ തണുപ്പിൽ നിന്ന് പെട്ടെന്ന് തിളപ്പിക്കുമ്പോൾ അതിലത്തെ ബാക്ടീരിയ അതിങ്ങനെ പ്രവർത്തിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും വളരെയധികം സങ്കടകരമായൊരു വാർത്ത. നമുക്ക് 7 വയസ്സുള്ളൊരു പെൺകുട്ടി അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിയാൻ കഴിഞ്ഞു. വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഷിഫ നൽകട്ടെ. ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തുള്ള നമ്മുടെ മക്കൾ, അതുപോലെ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന മക്കൾ, അത് ചിലപ്പോൾ നോമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. 7 വയസ്സല്ലേ. അങ്ങനെയൊക്കെ ആയ സമയത്ത് നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ചൂടാക്കി അത് അതിൻ്റെ കാരണം കൊണ്ടാണ് ഫുഡ് ഇൻഫെക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. എന്തായാലും അല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു പൊന്നുമോൾ അള്ളാഹുവിലേക്ക് പെട്ടെന്ന് മടങ്ങുക, ഒരു അസുഖമില്ലാത്ത ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടി പെട്ടെന്ന് പോകുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയം എത്രമാത്രം വേദനിക്കൂലേ. എന്തൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ ഇങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചാലും അള്ളാഹുവിൻ്റെ മരണം എടുത്ത് വന്നാൽ നമുക്ക് പിന്നെ തടുക്കാൻ പറ്റൂലല്ലോ. എന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഒരുപാട് ദിവസം അങ്ങനെയൊന്നും വെക്കാതെ നമ്മൾ കഴിയുന്നു ഫ്രഷ് തന്നെ ഉണ്ടാക്കി തിന്നാൻ വേണ്ടി ശ്രമിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം എങ്ങനെയൊക്കെ എന്തൊക്കെ പറയാൻ പറ്റൂലല്ലോ. എന്തായാലും നമ്മളെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. എന്തായാലും അള്ളാഹു പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ കുട്ടിയെക്കുറിച്ച് അറിയുന്നവരിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെയും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിട്ടോ. ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം ആ കുടുംബത്തിന് ക്ഷമ നൽകാൻ, അവരുടെ എല്ലാവരുടെയും അസുഖം ഷിഫിയാക്കാനും ഒക്കെ. കുഞ്ഞ് ഏതായാലും അള്ളാഹുവിലേക്ക് മടങ്ങി അവർ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ഓറുല്യങ്ങൾ അപ്പോൾ തന്നെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവും. 7 വയസ്സല്ലേ. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.